കോഴിക്കോട് താമരശ്ശേരിയിലെ ഫ്രഷ് കട്ട് തുറന്ന പശ്ചാത്തലത്തിൽ സമരത്തിൽ നിന്ന് പിന്നോട്ട് പോകില്ലെന്ന് കട്ടിപ്പാറ പോർട്ടിലെ വീട്ടമ്മമാർ പറയുന്നു. ഇന്നലെ രാത്രി ദുർഗന്ധം അനുഭവപ്പെട്ടതായും വീട്ടമ്മമാർക്ക് പരാതിയുണ്ട്. മിഥില ബാലൻ കട്ടിപ്പാറയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നു. മിഥില, വിശദാംശങ്ങൾ. തീർച്ചയായും ഫ്രഷ് കട്ട് ഫാക്ടറി തുറന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സമരം വീണ്ടും ശക്തമാക്കാനാണ് ഇവിടുത്തെ വീട്ടമ്മമാരുടെ തീരുമാനം. ഇവരെല്ലാവരും തന്നെ കഴിഞ്ഞ ദിവസം ആരംഭിച്ച സമരത്തിന്റെ ഭാഗമായി ഉള്ള ആളുകൾ തന്നെയാണ്. എനിക്കൊപ്പം ഈ വീട്ടമ്മമാർ ചേരുന്നുണ്ട്. ഫ്രഷ് കട്ട് ഇന്നലെ തുറന്നിട്ടുണ്ട്, പൂർണ്ണമായും ഇപ്പം പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത്? അറിയാനുള്ള എന്താ പൂട്ടണോ? അത് തന്നെ, അത് പൂട്ടി കിട്ടണം. അതിനെന്ത് ചെയ്യും ഞങ്ങൾ? അത് പൂട്ടണം. അല്ലാതെ ഞങ്ങൾക്ക് ഇവിടെ ജീവിക്കണ്ടേ? ഞങ്ങൾക്ക് ജീവിക്കാൻ കഴിയൂല. ഈ മക്കളൊക്കെ അങ്ങനെ എന്നും സൂക്കാടാ. ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി വരുമ്പോൾ പിന്നെ മിനിറ്റൊക്കെ അതിന് സ്കൂളിൽ പോകുന്നൊന്നും കഴിയുന്നില്ല. അങ്ങനെ പൂട്ടി കിട്ടണം. അത് തന്നെ, ഞങ്ങൾക്ക് ഒന്നും പറയാനില്ല. നിങ്ങളൊക്കെ സമരത്തിന്റെ ഭാഗമാണല്ലോ. നമുക്കൊന്നും പറയാനില്ല. ഞങ്ങൾ ഇത് പൂട്ടി കിട്ടണം. അത് തന്നെ, ഇരിക്കാൻ മാർഗമല്ല, ഒരു മാർഗമില്ല. അതേ ഉള്ളൂ. പൂട്ടിയാലേ ഞങ്ങൾക്ക് ഒന്ന് തരും. അത് തന്നെ, ഞങ്ങൾക്ക് അങ്ങനെ ഇവിടെ ജീവിക്കാൻ കഴിയൂല. അത് തന്നെ, ഒരു ഞങ്ങൾ കൊല്ലട്ടെ ഞങ്ങൾക്ക് വണ്ടി. അല്ലെങ്കിൽ ജീവിക്കാൻ കഴിയൂല. നരകിച്ച് ജീവിക്കുന്നേക്കാൾ നല്ല കൊല്ലുന്നതല്ലേ. ജീവിക്കുന്നുണ്ട്. ഇന്നലെ ഇവിടെ നിന്ന് ദുർഗന്ധം അനുഭവപ്പെട്ടതായിട്ടും ഇവർ പറയുന്നുണ്ട്. എസ്കേൻ, എന്താണ് ഇന്നലെ രാത്രി നല്ല നാറ്റുണ്ട്. ഇന്നലെ രാത്രി 9:30 മണിയായപ്പോൾ നല്ല നാറ്റുണ്ട്. ഞാൻ പെട്ടെന്ന് ഇത് നാറ്റിനപ്പോൾ ഇവരോട് ചോദിക്കാൻ വിചാരിച്ചത്. പിന്നെ എനിക്ക് വേറെ തിരക്കുകൊണ്ട് ഞാൻ ചോദിച്ചിട്ടില്ല. അല്ലേ, പക്ഷേ നല്ല നാറ്റുണ്ട് ഇന്നലെ രാത്രി. തുറന്നത് എനിക്ക് അറിയില്ലായും, അതാണെന്നുള്ളത് എനിക്ക് അറിയില്ലായും. പക്ഷേ നാറിയപ്പോൾ ഞാൻ വിചാരിച്ചിട്ടുണ്ട് പോലും തുറന്നിട്ടുണ്ടാവുമെന്ന്. ഇന്ന് നേരം പോലത്തെ അന്വേഷിച്ച് നോക്കാമെന്ന് വിചാരിച്ചതാണ്. പിന്നെ പോലും തുറക്കുന്ന ഓല 20 എണ്ണോട്ടൊന്നും ഓല ഒരിക്കലും ഓല ചെയ്യൂല. ഓൽക്ക് അത്ര കിട്ടിയാൽ ഓൽക്ക് കൂടുതൽ കിട്ടി ശീലിച്ചു പോയി. അതുകൊണ്ട് ഓല ഇനി പോലീസുകാർ അനുമതി വാങ്ങുന്നത് തന്നെയും കോടതിൻ്റെ അനുമതിയും കൊടുത്തത് തന്നെ ഓല എന്ത് തന്നാലും ഓല കുറച്ചുകൊണ്ട് ചെയ്യൂലാന്നുള്ള ഉറപ്പാണ്. അപ്പോൾ ഓൽക്ക് അത് കൂടുതൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് പോലീസിൻ്റെ കാവൽ അവിടെ വേണമെന്ന് തന്നെ പറഞ്ഞത്. ഓൽക്ക് പോലീസ് കാവലിൽ നിന്നാലല്ലോ ഓൽക്ക് തോന്നിയപ്പോൾ ചെയ്യാൻ പറ്റൂ, അല്ലാതെ ചെയ്യാൻ പറ്റൂലല്ലോ. അതുകൊണ്ടാണ് സമരം വീണ്ടും ശക്തമാക്കുകയാണ്. എന്താണ് നിങ്ങളുടെ ഒരു തീരുമാനം? സമരം ശക്തമായിട്ട് തന്നെ തുടരും. അല്ലാതെ മുന്നോട്ട് ഞങ്ങൾക്ക് വേറെ വഴിയില്ല. ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് ജനങ്ങളെ ബുദ്ധിമുട്ട് മനസ്സിലാക്കാൻ ഇതുവരെ ഒരു അധികാരികളും തയ്യാറായില്ല. ഇപ്പോൾ കോടതി വരെ ഒരു അനുകൂലമായ വിധിയാണ് വന്നത്. അതിൽ ഞങ്ങൾക്ക് നല്ല വിഷമമുണ്ട്. കാരണം ഇത്രയും അധികാരികൾ ഉണ്ടായിട്ട് ഒരു അധികാരി പോലും പാവപ്പെട്ട ജനങ്ങളെ വിഷമം നോക്കാൻ ഇതുവരെ വന്നില്ല. നമ്മളെടുത്ത് വന്നൊന്ന് അന്വേഷിക്കുകയോ ചെയ്തിട്ടില്ല. അതൊന്നും ഇല്ലാതെയാണ് ഇപ്പോൾ ഒരു തീരുമാനം ഇങ്ങനെ വന്നത്. തീർച്ചയായും എസ്കേൻ, ഇതാണ് ഇവിടുത്തെ വീട്ടമ്മമാർക്ക് പറയാനുള്ളത്. സമരസമിതിയുടെ മൊത്തം ഒരു നിലപാട്, അല്ലെങ്കിൽ അവർക്ക് പറയാനുള്ള ഒരു കാര്യം തന്നെയാണ് ഈ വീട്ടമ്മമാരുടെ വാക്കിലുള്ളത്. കഴിഞ്ഞ ഈ വെള്ളിയാഴ്ചയാണ് ഫ്രഷ് കട്ട് ഭാഗികമായി തുറന്ന് പ്രവർത്തിച്ചത്. ഇന്നലെയോടെ അത് പൂർണ്ണമായി തുറന്ന് പ്രവർത്തിച്ചു കഴിഞ്ഞിട്ടുണ്ട്. എന്തുതന്നെയായാലും പ്രതിഷേധം ശക്തമാക്കാനാണ് നിലവിൽ തീരുമാനിച്ചിട്ടുള്ളത്. ഹൈക്കോടതി ഉത്തരവ് പ്രകാരം പോലീസ് സംരക്ഷണത്തോടെയാണ് ഇപ്പോൾ ഫാക്ടറി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. എസ്കേൻ, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.